കുട പിടിച്ചിരിക്കൊണ്ട് ആരും എന്നെ കാലിലെ ഗൈസ് ബേക്കിൽ ആൾക്കാരൊക്കെ എന്നെ നോക്കിയിട്ട് അങ്ങനെ ഞാൻ ഇത്ര ദൂരെ എത്തിയിരിക്കുകയാണ് ഗൈസ്. എൻ്റെ വോയിസ് കേൾക്കുന്നുണ്ടാവും ഞാൻ വിചാരിക്കുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്താ എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഞാനിന്ന് എന്ത് പറയാനാണ് വന്നിട്ടുള്ളത് എന്ന്. അതെ ഗൈസ്, ഞാനൊരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് വന്നതാണ്. തമ്മിൽ കണ്ട പോലെ തന്നെ ഞാനൊരു മൈക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഓർഡർ ചെയ്ത സമയത്ത് അത് റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചായിരുന്നു. ഒരു 2-3 വീഡിയോസൊക്കെ എടുത്തിട്ട് അതിൽ വോയിസ് ഓവർ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഒരു പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. 1000 ഉള്ളിൽ വരുന്ന ഒരു പ്രോഡക്റ്റാണ് ഞാൻ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നത്. തുടക്കക്കാർക്ക് എന്നുള്ള നിലയിൽ നമുക്ക് ഒരുപാട് എമൗണ്ട് ഒന്നും കൊടുത്തൊരു മൈക്ക് മേടിക്കുക എന്ന് പറയുന്നത് നടക്കാത്ത കാര്യമാണ്. നമുക്ക് നല്ല വോയിസ് ക്യാൻസലേഷൻ വേണം, സൗണ്ടിൻ്റെ ക്ലാരിറ്റി വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഞാൻ കുറേ പേരോട് അന്വേഷിച്ചു. എന്നിട്ട് റെഫറൻസൊക്കെ നോക്കി ഫീഡ്ബാക്കൊക്കെ നോക്കി എന്നിട്ടാണ് ഈ ഒരു മൈക്ക് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഗൈസ്, ഇതാണ് മൈക്ക് വന്നിട്ട്. ഞാൻ ബ്ലാക്ക് കളറാണ് ചൂസ് ചെയ്തത്. നമുക്ക് 2 മൈക്കും ഒരു റിസീവറും പിന്നെ കേബിളും ഈ ടൈപ്പ് പിന്നുമാണ് വരുന്നത്. ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഫേസാണ് വന്നത്. നമുക്ക് ഒരു ചാർജിങ് കേബിൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ സാധനം കേട്ടോ, പിന്നെ ഇതിൽ യൂസർ മാനുവൽ ഉണ്ട്. യൂസർ മാനുവലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മൈക്ക് നമ്മൾ ആൻഡ്രോയിഡ് ഫോണിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എക്സ്ട്രാ ഒരു ആപ്പ് കയറ്റണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനൊന്നും ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. എനിക്ക് ഡയറക്റ്റായിട്ട് ഫോണിൽ കണക്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റി. റെക്കോർഡ് ചെയ്യാനാണെങ്കിലും വീഡിയോസ് എടുക്കാനാണെങ്കിലും ഒരു ബുദ്ധിമുട്ടില്ലാതെ തന്നെ എനിക്ക് ഈ ഒരു മൈക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു കേബിൾ വരുന്നുണ്ട്, പിന്നെ ഒരു CP നമുക്ക് ആപ്പിൾ ഫോണിലൊക്കെ ഐഫോണിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പിന്ന് വരുന്നുണ്ട്. മെയിൻ ഐറ്റം ഇതിങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് പറഞ്ഞ പോലെ തന്നെ 2 മൈക്കും വരുന്നുണ്ട്, ഒരു റിസീവറും വരുന്നുണ്ട്. ഇത് വന്നിട്ട് C ടൈപ്പ് റിസീവറാണ് കേട്ടോ. നമുക്കിതിൽ എല്ലാ ഫോണിലും നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ വരുന്ന 2 മൈക്കാണ്. മൈക്കിൻ്റെ മോഡൽ വന്നിട്ട് നമുക്ക് ഈ ഒരു ടൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു ബട്ടൺ വരുന്നുണ്ട്, നമുക്ക് പവർ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. 3 സെക്കൻഡ്സ് പവർ ഓൺ ആണ് ഇതിൽ പറയുന്നത്. ഈ ഒരു ബട്ടണിൽ തന്നെ നമ്മൾ നോയ്സ് ക്യാൻസലേഷനും ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് കണക്ട് ചെയ്തിട്ട് എങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ ഒരു പെർഫോമൻസ് എന്ന് നോക്കാം കേട്ടോ. ഇതാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന വോയിസ്. അപ്പോൾ ഇതിലിനി നമുക്ക് മൈക്ക് വെച്ചിട്ട് എങ്ങനെയാണെന്ന് കേൾക്കാം. ഹലോ ഗൈസ്, എങ്ങനെയുണ്ട്? വോയിസ് ക്ലിയർ ആണോ? നമുക്ക് ഇവിടെ വെച്ചിട്ടും സംസാരിക്കാം. പക്ഷെ ഇതിനെക്കാട്ടി എനിക്ക് കുറച്ചും കൂടി ബെറ്ററായി തോന്നിയത് ഇങ്ങനെ സംസാരിക്കുമ്പോഴാണ്. പിന്നെ നമുക്ക് ഇതിൽ 3 മോഡ് ഓഫ് ക്യാൻസലേഷൻ വരുന്നുണ്ട്. ഫസ്റ്റ് മോഡ് നമുക്ക് ഒരു ബ്ലിങ്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ലൈറ്റ് കത്തും, 1 ടൈം ലൈറ്റ് കത്തും. അപ്പോൾ ഈ സമയത്ത് കുറച്ച് നോയ്സ് മാത്രമേ റെഡ്യൂസ് ചെയ്യുള്ളൂ. ഗൈസ്, ഇതാണ് ഫുൾ മോഡ് ഓഫ് ക്യാൻസലേഷൻ. പുറത്ത് വരുന്ന സൗണ്ട്സ് ഒന്നും ഇതിൽ ക്യാപ്ചർ ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇതിൽ എക്സ്ട്രാ വരുന്നത് എന്തൊക്കെയാന്ന് വെച്ചാൽ മ്യൂട്ട് മോഡ് എന്നുണ്ട്, പിന്നെ ഒരു എക്കോ മോഡും വരുന്നുണ്ട്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇതൊന്ന് പുറത്തു പോയിട്ടൊന്ന് ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ നോയ്സ് ക്യാൻസലേഷൻ ചെക്ക് ചെയ്യാനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് വന്നിട്ട് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ക്യാൻസലേഷൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാനിവിടെ TV ഇട്ടിട്ടുണ്ട്, ഫാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ വോയിസ് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാവും. നമുക്കിനി സെക്കൻഡ് മോഡ് കാണാം. 2 ടൈംസ് ബ്ലിങ്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പണ്ടത്തെക്കാട്ടിയും കുറച്ചും കൂടി ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്കിനി തേർഡ് മോഡ് കാണാം കേട്ടോ. 1 2 3 3 പ്രാവശ്യം ബ്ലിങ്ക് ചെയ്തിട്ടുണ്ട്. ഫുള്ളായിട്ട് നോയ്സ് ക്യാൻസൽ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൽ 20 മീറ്റേഴ്സ് ഇത് ഡിസ്റ്റൻസ് വോയിസ് ക്യാപ്ചർ ചെയ്യുന്ന പറയുന്നത്. നമുക്കതിന് പുറത്തുപോയി ചെക്ക് ചെയ്തിട്ട് വരാം. ഞാനിപ്പോൾ ഉള്ളത് റോട്ടിലാണ്. ഞാൻ വിചാരിച്ചു നിങ്ങൾ അതേ ദൂരെ അങ്ങ് പോയിട്ട് എന്ത് ചെയ്യാം, ഇത് വോയിസ് കേൾക്കുന്നുണ്ടോ എന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാട്ടാ. ഞാൻ കുറച്ചും കൂടി ബാക്കിലേക്ക് പോവാണ്. ബൈ ബൈ. അപ്പോൾ ഗൈസ്, ഞാൻ ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ്, അങ്ങനെ ഞാൻ ഇത്ര ദൂരെ എത്തിയിരിക്കുകയാണ് ഗൈസ്. എൻ്റെ വോയിസ് കേൾക്കുന്നുണ്ടാവും ഞാൻ വിചാരിക്കുന്നത്. ഗൈസ്, ഇപ്പം എൻ്റെ വോയിസ് കേൾക്കുന്നുണ്ടാവും വിചാരിക്കുന്നു. കാണുന്നുണ്ടാവില്ലേ, ഒരു കൊടയും പിടിച്ചോടെ ഒരാൾ നിൽക്കുന്നുണ്ട്. കാണുന്നുണ്ടാവും വിചാരിക്കുന്നു. വരട്ടെ. ഹായ് ഗൈസ്, നമ്മൾ വെള്ളത്തിലേക്ക് കളിച്ചിട്ട് വരികയാണ്. അപ്പോൾ വെള്ളത്തിൽ കളിച്ചിങ്ങനെ വന്ന് അടുത്തെത്തി. അപ്പോൾ ഗൈസ്, ഈ ഒരു മൈക്ക് എന്ന് പറയുന്നത് വെറും 800 രൂപയുടെ താഴെ വരുന്ന ഒരു മൈക്കാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വാങ്ങി യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ കുട പിടിച്ചിരിക്കൊണ്ട് ആരും എന്നെ കാലിലെ ഗൈസ് ബേക്കിൽ ആൾക്കാരൊക്കെ എന്നെ നോക്കിയിട്ട് ആരോ ഇരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവർ ബൈ.